കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ നമ്മളെപ്പോഴും ദരിദ്രരായി തന്നെയാണ് ഇരിക്കുന്നത്. കാരണം സ്വർഗരാജ്യം അവർക്കുള്ളത്. അങ്ങനെ ദരിദ്രരായി ഇരിക്കുന്ന വ്യക്തികൾ ആത്മാവിന് വേണ്ടിയിട്ട് ദൈവത്തോട് നിലവിളിക്കും. ദൈവമേ, എന്നിൽ ആത്മാവിനെ നിറയ്ക്കണമേ, ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ എന്നുള്ള നമ്മുടെ നിലവിളികൾ സ്വർഗം അവർക്കായി തുറക്കുന്നുണ്ടാകും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്രിസ്തുയേശുവിൽ നമ്മൾക്ക് അതൊക്കെയും നമുക്ക് ആശ്വാസം തരുന്ന ആശ്വാസം നമ്മിലേക്ക് കൊണ്ടുവരുമെന്നാണ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭൂമിയിൽ ഇല്ലാത്തൊരു കാര്യം ഏതാണ്? സൗമ്യത തീരെയില്ല. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, സൗമ്യതയോടുകൂടി ഇരിക്കുവിൻ. സൗമ്യതയ്ക്കായി നമ്മൾ യേശുവിനെ കണ്ടുപഠിക്കുവിൻ. തന്നെ ക്രൂശിക്കാനായി ആ പടയാളികൾ പിടിച്ചുകൊണ്ടുപോയപ്പോഴും, എല്ലാവരും തന്നെ നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും തന്നെ ദേഹോപദ്രവങ്ങളെ ഏൽപ്പിച്ചപ്പോഴും സൗമ്യനായി അവിടെ നിന്നുകൊണ്ട് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു സൗമ്യത എങ്ങനെയാണെന്ന്. ഇവിടെ ഭൂമിയിൽ നമ്മൾ സൗമ്യതയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഭൂമിയെ അവകാശമാക്കും. ഈ ഭൂമിയെ അവകാശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷം ഇവിടെ കർത്താവിൻ്റെ ആ ഒരു വാഴ്ച നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഭൂമിയെ അവകാശമാക്കി നമ്മൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിന് ഒരു ആത്മീയ അർത്ഥം വരുന്നത്. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ, ആമേൻ. നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ നോക്കിയാൽ നീതി എങ്ങൊന്നും നമുക്കൊരു നീതി ലഭിക്കുന്നില്ല. നീതിയില്ലാതെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും നമ്മളെ തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെടുത്തി നമ്മളെ മാറ്റി നിർത്തി ഒരു നീതിയും കിട്ടാതെ പലപ്പോഴും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും പണത്തിൻ്റെ കൊഴുപ്പുകൾക്കും അനുസരിച്ച് പലർക്കും അവരുടെ നീതിക്കനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടു പോകുമ്പോൾ പാവങ്ങളായിട്ട് നിൽക്കുന്ന, നീതിക്ക് വേണ്ടിയിട്ട് ദാഹിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരോട് കർത്താവ് പറയുന്നു, നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് തൃപ്തി വരും. അടുത്ത കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയോടുകൂടി നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഒരു കരുണ, നമ്മുടെ ഹൃദയത്തിൽ ഒരു കരുണ വരണം. ആ ഒരു കരുണയില്ലാതെ നമുക്കൊരിക്കൽ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിരുന്നാൽ ജീവികളോടുള്ള കരുണ നമ്മുടെ ഹൃദയത്തിൽ വറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഈ ലോകത്തിൽ പിന്നെ നേടാൻ പറ്റില്ല. യേശു പോലും നമ്മളെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടാകും. സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് യേശുവിന് സ്നേഹം നമ്മളോട് കൂടുതൽ ഉണ്ടാകുക. എന്നാൽ കരുണയുള്ളവർ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് തിരിച്ച് കരുണ ലഭിക്കുന്ന ദൈവത്തിൻ്റെ കരുണ അവർക്ക് ലഭിക്കുന്നുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം, അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ. ശിശുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹൃദയശുദ്ധിയുണ്ട്. അവരുടെ ഉള്ളിൽ കപടമില്ല. അവർക്ക് മറ്റുള്ളവരെ പറ്റിക്കണമെന്നില്ല, വഞ്ചിക്കണമെന്നില്ല, സ്വാർത്ഥതയില്ല. ഹൃദയം വളരെ ശുദ്ധിയുണ്ട്. അപ്പം ആ ഒരു ശിശുക്കളെപ്പോലെ നിങ്ങളായി വരുവാൻ വേണ്ടിയിട്ട് പറയുന്നതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. മനുഷ്യർക്ക് ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധിയോടുകൂടി, ഹൃദയ പരമാർത്ഥതയോടുകൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ദൈവത്തെ കാണാൻ സാധിക്കും. നമുക്ക് ഹൃദയപരമാർത്ഥതയില്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഒതുക്കിക്കൊണ്ട്, ഹൃദയ പരമാർത്ഥതയില്ലാതെ, ഹൃദയത്തിന് ശുദ്ധിയില്ലാതെ പുറമേ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് അകം ദുഷിക്കുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കാണില്ല, ദൈവത്തെ കാണാൻ സാധിക്കില്ല. അത് വരും ലോകത്തിലും ദൈവത്തോടൊപ്പം നമുക്ക് വസിക്കാൻ പറ്റില്ല എന്നാണ് വചനം പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കർത്താവ് പറയുന്നത് ഇതാണ്, സമാധാനം. നമുക്ക് സമാധാനം, ദേശത്തിന് സമാധാനം. സുവിശേഷം പറയാൻ പോകുമ്പോഴും നമ്മളോട് പറയുന്നത് ആ ദേശത്തിന് സമാധാനമെന്ന് നമ്മുടെ സമാധാനം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെവിടെ നിന്നാണ് കൊടുക്കുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ സമാധാനമാണ് നമ്മൾ ഒരിടത്തേക്ക് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഈ ലോകത്തിൽ സമാധാനം കൊടുക്കുന്നു. വ്യക്തികൾക്ക് സമാധാനം നമ്മൾ ആശീർവാദം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടാക്കുന്നത്, നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടെ സുവിശേഷം അറിയണം.
സുവിശേഷം അറിയുന്നിടത്താണ് സമാധാനം വരുന്നത്. ആ സുവിശേഷം അറിയിക്കുന്ന സദ്വർത്തമാനത്തെ അറിയിക്കുന്ന വ്യക്തികൾക്ക്, അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. കാരണം യേശു ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെങ്കിൽ യേശു തിരഞ്ഞെടുത്തിരിക്കുന്ന, യേശു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവപുത്രന്മാരാണ്. നമ്മൾക്ക് ദൈവ മക്കളാകാനുള്ള അവകാശം ദൈവം തന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കണം. അവിടെ എനിക്ക് വരുന്നൊരു ചിന്ത ഇതാണ്, സമാധാനം നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയൊക്കെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒന്നിനും മിണ്ടാതെ വായടക്കി അനങ്ങാതിരിക്കുക എന്നുള്ളതല്ല. സദ്വർത്തമാനം ഘോഷിക്കുക. സദ്വർത്തമാനം എന്താണ്? സുവിശേഷം. സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്താണ് സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുകൂടി അവിടെ ഇരിക്കണം, സ്വർഗത്തിൽ ഇരിക്കണമെന്ന് ചിന്തിരിക്കാതെ മാനവരാശിയുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് വന്ന് ഇവിടെ ജീവിച്ച് 33.5 വർഷം ഇവിടെ ജീവിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം കൊടുത്തുകൊണ്ട്, രക്ഷയെ വിളിച്ചോതിക്കൊണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടുന്ന മാതൃകയെ കാണിച്ചു തന്ന് ദൈവപുത്രനാണെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാതെ ചില വ്യക്തികൾ യേശുവിനെ ക്രൂശിച്ചു. വ്യക്തികളിലൂടെ പിശാച് അവിടെ പ്രവർത്തിച്ചു. പിശാചിൻ്റെ ഉപകരണങ്ങളായി മാറിയ മനുഷ്യർ യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. ആണിയടിച്ച് മുൾക്കിരീടം ചൂടി ധാരാളം അടികളടിച്ച്, ചമ്മട്ടി കൊണ്ടുള്ള അടികളേറ്റ് വരഞ്ഞ ശരീരം രക്തമൊഴുകി മരിച്ചത്, ക്രൂശിൽ കിടന്ന് മരിച്ചത് ഓരോ മനുഷ്യ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളെ ഏറ്റു പറയുമ്പോഴാണ് രക്ഷ ഉണ്ടാകുന്നത്. ആ ഒരു രക്ഷ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമാണെന്ന്, ഇങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഉയർന്നെഴുന്നേറ്റ് യേശുക്രിസ്തു എൻ്റെ രക്ഷകനും കർത്താവുമാണെന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് എനിക്ക് രക്ഷ ലഭിക്കുന്നത്. സ്തോത്രം. ഇത് നമ്മൾ മറ്റുള്ള വ്യക്തികളോട് പറയുന്നതാണ് സമാധാനം ഉണ്ടാക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാ വ്യക്തികൾക്കും കർത്താവിൻ്റെ സമാധാനത്തെ ലോകമെമ്പാടും കൊടുപ്പാനിടയാകട്ടെ. ഇന്ന് 2026 1-ാം ദിനം, ജനുവരി 1 ഇന്നത്തെ ദിവസം നിങ്ങളോട് തരുന്ന ഞാനൊരു മെസ്സേജ്, നിങ്ങൾ വിശേഷം അറിയിച്ചുകൊണ്ട് സമാധാനം രാജ്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കുന്ന വിളിക്ക് യോഗ്യരായി മാറട്ടെ എന്ന് ഓരോ വ്യക്തികളെയും ആശീർവദിക്കുകയാണ്. ഓരോ വ്യക്തികളും അങ്ങനെ നിൽക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും, ദൈവത്തോടൊപ്പം നമ്മൾ വസിക്കുകയും ചെയ്യും. ആമേൻ. സ്തോത്രം.